അപ്പം ഈ TK രാജീവ്കുമാർ സാറിന്റെ കോളാമ്പി എന്ന് പറയുന്ന ഒരു പടം. ഇത് കോളാമ്പിയാണോ? അല്ലല്ലോ. അല്ല, കോളാമ്പി. കോളാമ്പി ഞാൻ വരുമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചേ. അല്ല, ഈ കഥ എനിക്ക് അറിയില്ലായിരുന്നു. കോളാമ്പി ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമായിരുന്നു അത്. TK രാജീവ്കുമാർ സാറിന്റെ പടം. അപ്പം ഞാൻ പോകുന്നു, എനിക്ക് വലിയൊരു ചാൻസാണ് അവിടെ ഓപ്പൺ ആക്കിയത്. ഞാൻ ചുമ്മാ സ്വപ്നം എന്നൊക്കെ വിചാരിക്കും. നിത്യ മേനോൻ, ദിലീഷ് പോത്തൻ, പിന്നെ നമ്മുടെ കീർത്തി സുരേഷിൻ്റെ അച്ഛൻ സുരേഷ് ഏട്ടൻ, പിന്നെ നമ്മുടെ മറ്റേ മുത്തേ പൊന്നേ കരയില്ല ചേട്ടൻ അരിസ്റ്റോ സുരേഷ് ഏട്ടൻ, ഇവരെല്ലാം ഉണ്ട് ഈ പടത്തിൽ. 20 കോടി ബഡ്ജറ്റിൻ്റെ പടമാണ്. അപ്പോൾ അതിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നു. ഞാനും നിത്യമേനോനായിട്ട് സിനിമയിൽ ഒരു 3-4 മിനിറ്റോളം ഉണ്ട്. ഞാൻ റേഡിയോ ജോക്കി. അപ്പൊ എനിക്ക് അഭിനയിക്കാൻ ഒന്നുമില്ല, സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ല. മാഹിന്റെ സ്റ്റൈലാണ്. പേടിക്കാൻ തോന്നുന്നു, അടിക്കുന്നു. അങ്ങനെ നിത്യമേനോൻ കോഞ്ഞടിക്കുന്നു എൻ്റെ അടുത്ത്. അവിടെ ക്യാമറ ഓഫ് ആകുമ്പോൾ ദിലീഷ് പോത്തൻ കോഞ്ഞടിക്കുന്നു. ഭയങ്കര ഫ്രണ്ട്ലി. എന്നെ ഒരു വേറൊരു നടനായിട്ടൊക്കെയാണ് കണ്ടത്. ഫുഡും കഴിച്ച ഒറ്റ ദിവസത്തെ ഷൂട്ട്. അത് ഇറങ്ങും എന്ന് പറഞ്ഞു. പക്ഷെ പടം ഇറങ്ങി. അത് ഇറങ്ങാത്തത് എന്താണെന്ന് അറിയില്ല. പക്ഷെ പടം ഇറങ്ങിയില്ല. കുറെ ഫെസ്റ്റിവലിന് ഓടി. സാറിന്റെ പടങ്ങൾ അങ്ങനെയാണ്, ഫെസ്റ്റിവലിന് ഓടും. അപ്പോൾ സാറ് നോക്കുന്നുണ്ട്, മൈൻ ഇറക്കും എന്ന് പറഞ്ഞ്. അപ്പം ജിതിൻ ലാൽ ഇതേപോലെ സിനിമ എടുക്കുന്നുണ്ട്. ഗോവ ഫിലിം ഫെസ്റ്റിവലിന് അവിടെ നിന്നിട്ട് നിന്റെ പടം ഇവിടെ ഹൗസ്ഫുൾ കേട്ടോ. നമുക്ക് ഭയങ്കര സന്തോഷം. അളിയാ നീ കണ്ടാന്ന് പറഞ്ഞു. ഇല്ല ഹൗസ്ഫുള്ളാ, നീ ഒന്ന് കേറിക്കാണെന്ന് പറഞ്ഞ് 1 ആയി 2 ആയി 3 വർഷമായി. ഞാൻ സാറ് അതിലെ രംഗങ്ങളൊന്നും കട്ട് ചെയ്ത ഇല്ല മാഹി പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, കട്ട് ചെയ്യണോ? ഞാൻ വേണ്ട. പക്ഷേ 3 വർഷമായി പടം ഇറങ്ങുന്നില്ല. പിന്നെ ഏതോ ഒരു ടെലഗ്രാമിൽ എന്തോ ഒരു അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയെന്ന് കേട്ടു. അങ്ങനെ ഞാൻ 99 രൂപ അതിലടച്ച് പടം ഡൗൺലോഡ് ചെയ്ത് ഞാനും പകുതി വരെ കണ്ടോളൂ. പക്ഷെ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഇരുന്ന് മൊത്തം ഫാമിലി ആയിട്ടിരുന്ന് കണ്ടു. 3-ന്റെ അന്ന് വീണ്ടും കാണാൻ നോക്കുമ്പോൾ അത് വീണ്ടും 99 രൂപ അടയ്ക്കണം. അങ്ങനത്തെ ഒരു ഓഞ്ഞ ഒരു OTT പ്ലാറ്റ്ഫോം. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ഇത് ഒരു എയർപോർട്ടിൽ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ സാറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്താ ഇങ്ങനെ പ്രൊഡ്യൂസർ ഇങ്ങനത്തെ ഒരു സംഭവം പറ്റിച്ചളഞ്ഞു, അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പുതുതായിട്ട് ഇറക്കുന്നുണ്ട്, ആമസോണിലൊക്കെ കൊണ്ടുപോയി. പക്ഷെ അത് നടന്നു. അത് പിന്നീടായപ്പോൾ വന്നു, തിയേറ്ററിൽ ഇറങ്ങിയില്ല. അങ്ങനെ ഇരിക്കെ 4ാമത്തെ വർഷം എന്തോ ഒരു അപ്രതീക്ഷ മിന്നലടിച്ചിട്ടാണോ എന്നറിയില്ല, എയർസ് ഫ്ലെക്സിൽ എന്തോ ഒരു 2 ദിവസം എന്തോ അങ്ങനെ വന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന ടിക്കറ്റ് കയറാൻ നിൽക്കുന്ന പയ്യൻ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു തന്നു.